പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 15-ാം തിരുവചനമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. അപ്പം മനുഷ്യാത്മാക്കളെ നേടിയെടുക്കുന്നൊരു ജോലിയാണ് സുവിശേഷ വേല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19 യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ്. യേശു തൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പ്രേക്ഷിത ജോലി ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം അറിയിക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത്. ഇന്ന് സുവിശേഷ വേല തുടരേണ്ടത് നാം ഓരോരുത്തരുമാണ്. അതിനാൽ വിശ്വാസികളായ നാം അറിഞ്ഞ ദൈവത്തെ, യേശുവിനെ പ്രഘോഷിക്കാൻ കടപ്പെട്ടവരാണ്. യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ, തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്നാണ് പ്രസംഗിച്ചത്. അപ്പോൾ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ്. സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു യേശുക്രിസ്തുവാണ്. യേശുവിനെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അനേകം ജനങ്ങൾ ഈ ലോകത്തുണ്ട്. അവർ യേശുവിനെ അറിയണമെങ്കിൽ ആരെങ്കിലും യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കണം, അല്ലെങ്കിൽ പറയണം. അപ്പോൾ റോമ 10:17 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവവചനം എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ നല്ല ജീവിതം വഴിയും നമുക്കുണ്ടായ ദൈവാനുഭവങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്നതിലൂടെയും ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നതിലൂടെയും യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട്, സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും നമുക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ സാധിക്കും. നന്മകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ആ താല്പര്യങ്ങളും ഹിതവും നാം ഈ ഭൂമിയിൽ നിറവേറ്റുമ്പോൾ നാം പ്രേക്ഷിത വേല ചെയ്യുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ സ്നേഹിച്ചും വേദനിപ്പിച്ചവരെ സ്നേഹിച്ചും അവരെയെല്ലാം സഹായിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നാം ജീവിക്കുമ്പോൾ നാം വചനമാകുകയും വചനം ഏകുകയും ചെയ്യുന്നവരായി മാറും. അത് ഏറ്റവും വലിയ സുവിശേഷ വേലയാണ്. അപ്പോൾ സുവിശേഷ വേല ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രഘോഷിച്ച് മറ്റുള്ളവരിലേക്ക് ദൈവത്തെ അറിയിച്ചു കൊടുക്കാൻ യേശു എന്തിനായി ഭൂമിയിൽ വന്നെന്നും എങ്ങനെയാണ് നാം നിത്യരക്ഷ പ്രാപിക്കുന്നതെന്നും ആ ഒരു ബോധ്യം എല്ലാ ജനങ്ങളെയും അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം വിശ്വാസികളായ നാം ഓരോരുത്തരിലും ഉണ്ട്. അപ്പോൾ ശിഷ്യന്മാരെ പിന്തുടർന്നു വരുന്ന വിശ്വാസികളായ നാം ഓരോരുത്തരും അതിന് നമ്മുടെ കടമയായി ഈ സുവിശേഷ പ്രസംഗത്തെ, സുവിശേഷ വേലയെ എടുത്തുകൊണ്ട് അത് ആത്മാർത്ഥമായി ചെയ്യുമ്പോഴാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം എന്നുള്ള തിരുവചനം യാഥാർത്ഥ്യമായി മാറുന്നത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.